നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ ബാങ്ക് ഭരണസമിതി പ്രതിസ്ഥാനത്ത്. സാബുവിനെ ബാങ്ക് മുൻ പ്രസിഡന്റും കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറിയുമായ VR സജി ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം പുറത്ത്. പണം ചോദിച്ചപ്പോൾ ബാങ്ക് ജീവനക്കാരൻ ബിനോയ് പിടിച്ചു തള്ളിയെന്ന് സാബു പരാതി പറയുന്നു. ഈ മാസത്തെ പണത്തിൽ പകുതി നൽകിയിട്ടും ജീവനക്കാരനെ ഉപദ്രവിക്കേണ്ട കാര്യമെന്ത് എന്നായിരുന്നു സജിയുടെ മറുചോദ്യം. അടി വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞെന്നും പണി മനസ്സിലാക്കി തരാമെന്നും സജി ഭീഷണിപ്പെടുത്തുന്നു. കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കുന്നു. കട്ടപ്പന CIയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കുന്നത്. സാബുവിന്റെ സംസ്കാരം വൈകിട്ട് 3:30 നടക്കും. ബാങ്ക് ജീവനക്കാരിൽ നിന്ന് ഭീഷണി നേരിട്ടതായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി. പണം തവണകളായി നൽകുമെന്ന വാഗ്ദാനം പാലിച്ചില്ല. ചികിത്സയ്ക്ക് പണം ചോദിച്ചപ്പോൾ ബാങ്ക് സെക്രട്ടറിയും മുൻ ബാങ്ക് പ്രസിഡന്റും അപമാനിച്ചു. 15 ലക്ഷം രൂപ ഇനിയും ലഭിക്കാനുണ്ടെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഭാര്യ. കട്ടപ്പനയിലെ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിന്റെ കുടുംബത്തോടൊപ്പമെന്ന് CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സാബുവിന് ഘട്ടം ഘട്ടമായി പണം നൽകി വരികയായിരുന്നു. ബാങ്ക് മുൻ പ്രസിഡന്റ് സജി ഫോണിൽ ഭീഷണിപ്പെടുത്തിയതിൽ പ്രതികരിക്കാനില്ലെന്നും മാത്യു ജോർജ്. സാബുവിനെ CPM മുൻ ഏരിയ സെക്രട്ടറിയായ സജി ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ പ്രതികരണം. ഭീഷണി CPM രീതിയല്ല. സാബുവിന്റെ കുടുംബത്തിന് ഒപ്പമാണ് പാർട്ടി നിലപാടെന്നും വർഗീസ്. ഇടുക്കിയിൽ LDF ഭരിക്കുന്ന മറ്റൊരു സഹകരണ ബാങ്കിനെതിരെയും ക്രമക്കേട് ആരോപണം. നെടുങ്കണ്ടം രാമക്കൽമേട് ഹരിജൻ വിവിധോദ്ദേശ സഹകരണ സംഘം നിയമനത്തിന്റെ പേരിൽ പണം വാങ്ങിയെന്നാണ് പരാതി. കമ്മിറ്റി അംഗങ്ങൾ അറിയാതെ നിക്ഷേപം സ്വീകരിക്കുകയും തിരിമറി നടത്തിയെന്നും പരാതിയുണ്ട്. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. മരുന്നുകളോട് നേരിയ തോതിൽ പ്രതികരിക്കുന്നതായി ആശുപത്രി അധികൃതർ. കഴിഞ്ഞ ദിവസത്തേക്കാൾ ആരോഗ്യനില മോശമായിട്ടില്ല എന്നത് ആശ്വാസകരം. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് MT. ഇന്നലെയുണ്ടായ ഹൃദയസ്തംഭനത്തെ തുടർന്നാണ് MTയുടെ ആരോഗ്യനില മോശമായത്. അതിജീവനത്തിന്റെ എഴുത്തുകാരനാണ് MT എന്ന് കവിയും എഴുത്തുകാരനുമായ ആലങ്ങോട് ലീലാകൃഷ്ണൻ. മുൻപ് പലപ്പോഴും സമാന സാഹചര്യങ്ങളിൽ നിന്ന് MT മടങ്ങി വന്നിട്ടുണ്ടെന്നും ആലങ്ങോട് ലീലാകൃഷ്ണൻ. CPM സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസിന്റെ മാധ്യമങ്ങൾക്കെതിരായ പരാമർശത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രൂക്ഷ വിമർശനം. ഇറച്ചിക്കടയുടെ മുന്നിൽ നിൽക്കുന്ന പട്ടികളെന്ന പരാമർശം മുഴുവൻ മാധ്യമങ്ങളെയും പാർട്ടിക്കെതിരാക്കിയെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേതാക്കൾ തുറന്നടിച്ചു. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയായിരുന്നു വിവാദ പരാമർശം. പെട്ടി വിവാദം സജീവ ചർച്ചയായിരിക്കെ പെട്ടി ദൂരേക്ക് വലിച്ചെറിയണമെന്ന നിലപാട് CPM നേതാക്കളുടെ ഇടയിൽ ഭിന്നാഭിപ്രായമെന്ന അന്തരീക്ഷം ഉണ്ടാക്കിയെന്നും വിമർശനം. പാർട്ടി നടപടിക്ക് വിധേയനായ KTDC ചെയർമാൻ PK ശശിയെ 2 പദവികളിൽ നിന്ന് CPM ഒഴിവാക്കി. CITU ജില്ലാ പ്രസിഡന്റ്, ഹെഡ്ലോഡ് തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ നിന്നാണ് നീക്കിയത്. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PN മോഹനൻ CITU ജില്ലാ പ്രസിഡന്റാകും. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM ശശിയാകും ഹെഡ്ലോഡ് യൂണിയന്റെ പുതിയ ജില്ലാ പ്രസിഡന്റ്. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോട് അനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം. കോവളത്തെ സമ്മേളന നഗരിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ പതാക ഉയർത്തി. പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉച്ചകഴിഞ്ഞ് ജില്ലാ സെക്രട്ടറി V ജോയ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് V ജോയ് തന്നെ തുടർന്നേക്കുമെന്നാണ് സൂചന. ചെന്നിത്തലയെ അനുകൂലിച്ചുള്ള വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാത്രമേ പ്രാവർത്തികമാകൂ എന്ന് BJP നേതാവ് V മുരളീധരൻ. കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. സാമുദായിക നേതാക്കളെ തള്ളിപ്പറഞ്ഞവർ അവർക്ക് പിന്നാലെ പോകുന്ന സാഹചര്യമാണുള്ളത്. BJPയിൽ പുനഃസംഘടന ഉണ്ടാകുന്നത് സ്വാഭാവിക നടപടിയെന്നും V മുരളീധരൻ. കേന്ദ്രത്തിന് കേരളത്തിലെ റെയിൽവേ വികസനങ്ങളോട് അവഗണന എന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ. ശബരിപാത യാഥാർത്ഥ്യമാക്കുവാൻ കേരളം മുൻപ് നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പ്രകാരം തയ്യാറാണ്. പക്ഷേ കേന്ദ്രം കേരളത്തോട് ചിറ്റമ്മ നയം കാണിക്കുകയാണെന്നും V അബ്ദുറഹ്മാൻ ന്യൂസ് 18നോട്.
കാഞ്ഞിരപ്പള്ളി ഇരട്ട കൊലപാതക കേസിൽ പ്രതി ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. 20 ലക്ഷം രൂപ പിഴയും നൽകണം. സംഭവം നടന്നത് 2022 മാർച്ച് 7-ന്. ജോർജ് വെടിവെച്ച് കൊന്നത് സഹോദരനെയും മാതൃ സഹോദരനെയും. തൃശൂർ പാലാപ്പള്ളിയിൽ പുലിയിറങ്ങി. പ്രദേശവാസിയുടെ പശുക്കുട്ടിയെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാഡുകൾക്ക് സമീപത്താണ് പുലിയിറങ്ങിയത്. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. വനം വകുപ്പ് കൂട് സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. കോതമംഗലം നെല്ലിക്കുഴിയിൽ കൊല്ലപ്പെട്ട 6 വയസ്സുകാരി മുസ്കാന്റെ സംസ്കാരം നടന്നു. നെല്ലിക്കുന്ന് ഖബർസ്ഥാനിലായിരുന്നു സംസ്കാരം. കോതമംഗലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം പിതാവ് അജാസ് ഖാൻ ഏറ്റുവാങ്ങി. ആന്റണി ജോൺ MLA അടക്കമുള്ള ജനപ്രതിനിധികൾ ആശുപത്രിയിലെത്തിയിരുന്നു. പ്രതിയും മുസ്കാന്റെ രണ്ടാനമ്മയുമായ അനീഷ റിമാൻഡിലാണ്. കോഴിക്കോട് വടകര അഴിത്തല അഴിമുഖത്ത് ഫൈബർ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. സാൻഡ് ബാങ്ക് സ്വദേശി അബൂബക്കറാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ആൾ രക്ഷപ്പെട്ടു. ശക്തമായ തിരമാലയിൽ വള്ളം മറിയുകയായിരുന്നു. തൃശൂർ കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട കാറ് കടയിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് പരിക്ക്. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോയ കാറാണ് അപകടമുണ്ടാക്കിയത്. നിയന്ത്രണം വിട്ട് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും സ്കൂട്ടറും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പാലക്കാട് പുതുപരിയാത്ത് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശികളായ റിൻഷാൻ കണ്ണൻ എന്നിവരാണ് മരിച്ചത്. പുതുപരിയാരം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ജംഗ്ഷനിൽ രാവിലെ 5 മണിയോടെയാണ് അപകടം. ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു. കണ്ണൂരിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. കുളപ്പുറം സ്വദേശി ആദിത്യനാണ് മരിച്ചത്. പിലാത്തറയിൽ പിക്കപ്പ് വാനും ബുള്ളറ്റും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് സംഭവം. നെയ്യാറ്റിൻകരയിൽ പാമ്പ് കടിയേറ്റ സ്കൂൾ വിദ്യാർത്ഥിനിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചെങ്കൽ UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് ക്ലാസ് മുറിയിൽ വെച്ച് പാമ്പ് കടിയേറ്റത്. ജയനിവാസിൽ ഷിബുവിന്റെയും ബീനയുടെയും മകൾ നേഹയ്ക്കാണ് കടിയേറ്റത്. ക്ലാസ് മുറിയിൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിനിടെയാണ് സംഭവം. പാമ്പിനെ സ്കൂൾ അധികൃതർ അടിച്ചുകൊന്നു. തിരുവനന്തപുരത്ത് സ്കൂൾ വിദ്യാർത്ഥിക്ക് പാമ്പുകടിയേറ്റ സംഭവത്തിൽ ഇടപെട്ട സർക്കാർ. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. പത്തനംതിട്ട കൊടുമണ്ണിൽ പോലീസിന് നേരെ ആക്രമണം. ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട അതുൽകുമാർ കഴിഞ്ഞ വ്യാഴാഴ്ച ആത്മഹത്യ ചെയ്തിരുന്നു. ഇയാളുടെ സംസ്കാര ചടങ്ങുകൾ നടന്നതിന് പിന്നാലെയാണ് ആക്രമണം. 6 പേർ കസ്റ്റഡിയിൽ. പ്രതികൾ സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി കേടുപാടുകൾ വരുത്തിയെന്നും പരാതി. എറണാകുളം മുളന്തുരുത്തി ഓർത്തഡോക്സ് യാക്കോബായ പള്ളി ജൂബിലി പെരുന്നാളിനിടെ സംഘർഷം. CI മനീഷ് KP അടക്കം 3 പോലീസുകാർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 30ഓളം പേർക്കെതിരെ കേസെടുത്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് MS സൊല്യൂഷൻസിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ്. ഓഫീസിലും കമ്പനി സിഇഒയുടെ വീട്ടിലും റെയ്ഡ്. ലാപ്ടോപ്പുകൾ അടക്കം പിടിച്ചെടുത്തു. ആലുവയിൽ പോക്സോ കേസ് പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. അങ്കമാലി സ്വദേശി ഐസക് ബെന്നിയാണ് പോലീസിനെ വെട്ടിച്ച് കടന്നത്. ആലുവ പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ കഴിയുകയായിരുന്നു പ്രതി. ഇന്നലെ രാത്രിയാണ് സംഭവം. നവകേരള സദസ്സിലെ വിവാദമായ രക്ഷാപ്രവർത്തന പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ കേസ് കോടതി ഇന്ന് പരിഗണിക്കും. എറണാകുളം CJM കോടതിയാണ് ഹർജി പരിഗണിക്കുക. രക്ഷാപ്രവർത്തന പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാനാവില്ലെന്ന് വ്യക്തമാക്കി കൊച്ചി സെൻട്രൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് കോടതിയെ സമീപിച്ചത്. വിവാദ ദല്ലാൽ TG നന്ദകുമാർ നൽകിയ മാനനഷ്ട കേസിൽ BJP നേതാവ് അനിൽ ആന്റണി ഇന്ന് കോടതിയിൽ ഹാജരായേക്കും. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനോടും അനിൽ ആന്റണിയോടും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന് ഹൈക്കോടതി ഇളവ് അനുവദിച്ചിരുന്നു. തമിഴ്നാട് തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്നൊഴിഞ്ഞ് RCC.
മാലിന്യ നീക്കത്തിന് കരാർ എടുത്തിരിക്കുന്ന ഏജൻസികളുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തം കരാർ കമ്പനികൾക്ക് മാത്രമാണെന്ന് RCC സൂപ്രണ്ട് ന്യൂസ് 18നോട്. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ ഫലപ്രദമായ സംവിധാനങ്ങൾ RCCക്ക് ഉണ്ടെന്നും അധികൃതർ. അന്വേഷണത്തിന്റെ ഭാഗമായി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന് പുറമെ തമിഴ്നാട് പോലീസും RCCയിലെത്തി. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുനമ്പം ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം 70ാം ദിനത്തിൽ. പ്രശ്നം നേരിട്ട് വിലയിരുത്താൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ജനുവരി 4-ന് മുനമ്പം സന്ദർശിക്കും. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നാളെ മുനമ്പത്തെത്തും. പൂരം കലക്കൽ വിവാദത്തിൽ സുരേഷ് ഗോപിയുടെ ആംബുലൻസ് യാത്രയിൽ PR ഏജൻസി ജീവനക്കാരന്റെ മൊഴിയെടുത്തു. വരാഹ ഏജൻസിയിലെ ജീവനക്കാരൻ അഭിജിത്തിന്റെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിരുന്നത് അഭിജിത്താണ്. ഇയാളാണ് പൂര ദിവസം രാത്രി സുരേഷ് ഗോപിയെ തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് എത്തിച്ചത്. ശബരിമലയിൽ പോലീസും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് BJP നേതാവ് V. മുരളീധരൻ. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കിയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും V. മുരളീധരൻ. മണ്ഡല മകരവിളക്ക് പൂജ ദിവസങ്ങളിൽ സന്നിധാനത്ത് തീർത്ഥാടകർക്ക് നിയന്ത്രണം. ഡിസംബർ 25-ന് 54,000 പേർക്കും 26-ന് 60,000 തീർത്ഥാടകർക്കും മാത്രമായിരിക്കും ദർശനം. മകരവിളക്ക് ദിവസമായ ജനുവരി 14-ന് 40,000 പേർക്കാണ് ദർശനം അനുവദിക്കുക. ഈ ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് വേണമോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനമെടുക്കും. ശബരിമലയിലെ തീർത്ഥാടക തിരക്ക് തുടരുന്നു. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത് ഇന്നലെ. 96,853 പേരാണ് ഇന്നലെ മല കയറിയത്. വിവിധ ഇടങ്ങളിൽ നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും നാളെ പുറപ്പെടും. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ബുധനാഴ്ച ദീപാരാധനയ്ക്ക് മുൻപ് ഘോഷയാത്ര സന്നിധാനത്തെത്തും. വ്യാഴാഴ്ചയാണ് മണ്ഡലപൂജ. കൃത്യമായ മുന്നൊരുക്കങ്ങൾ ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് ഗുണകരമായെന്ന് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ B. കൃഷ്ണകുമാർ. സർക്കാർ തലത്തിൽ കൃത്യമായ നിരീക്ഷണം നടക്കുന്നുണ്ട്. 18ാം പടിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ സമയം കുറച്ചത് ഗുണമായെന്നും B. കൃഷ്ണകുമാർ. ശബരിമലയിലെത്തുന്ന ഭക്തരിൽ ഹൃദയാഘാതം മൂലമുള്ള മരണം പരമാവധി ഒഴിവാക്കാൻ പദ്ധതി വരുന്നു. അടിയന്തര വൈദ്യചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് പദ്ധതി തയ്യാറാകുന്നത്. ആരോഗ്യവകുപ്പുമായി ചേർന്ന് പദ്ധതിയുടെ കരട് തയ്യാറായി വരുന്നതായി ശബരിമല ADM ഡോക്ടർ അരുൺ S. നായർ ന്യൂസ് 18നോട്. ശബരിമല പാതയിൽ രൂപമാറ്റം വരുത്തി തീർത്ഥാടനത്തിനെത്തുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി കടുപ്പിച്ച് മോട്ടോർ വാഹന വകുപ്പ്. കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളും അനാവശ്യ അലങ്കാരങ്ങളും അപകടങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യത്തിലാണ് പരിശോധന ശക്തമാക്കിയത്. മിസ് കേരള കിരീടം ചൂടി എറണാകുളം വൈറ്റില സ്വദേശിനി മേഘ ആന്റണി. കോട്ടയം സ്വദേശിനി N. അരുന്ധതി ഫസ്റ്റ് റണ്ണറപ്പ്. തൃശൂർ കൊരട്ടി സ്വദേശിനി ഏഞ്ചൽ ബെന്നി സെക്കൻഡ് റണ്ണറപ്പുമായി. എറണാകുളം സെയിന്റ് തെരേസാസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയാണ് മേഘ ആന്റണി. ദേശീയ വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈത്തിലെത്തും. ഹല മോദി മെഗാ ഡയസ്പോറ പരിപാടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. 43 വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈത്ത് സന്ദർശിക്കുന്നത്. ഡൽഹി എക്സൈസ് നയക്കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകി. ഡൽഹി മുൻ മുഖ്യമന്ത്രി കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കത്ത് നൽകിയിരുന്നു. ഡിസംബർ 5-നാണ് ലഫ്റ്റനന്റ് ഗവർണർക്ക് കത്ത് നൽകിയത്. ശതാബ്ദി നിറവിൽ കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം. വിമാന സർവീസ് തുടങ്ങിയിട്ട് 100 വർഷം പൂർത്തിയായി. ശതാബ്ദിയോടനുബന്ധിച്ച് വൻ ആഘോഷങ്ങൾ സംഘടിപ്പിച്ച് വിമാനത്താവള അധികൃതർ.
അന്താരാഷ്ട്ര വാർത്തകൾ. ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാറ് പാഞ്ഞുകയറി 2 പേർ കൊല്ലപ്പെട്ടു. 60 പേർക്ക് പരിക്കേറ്റു. 15 പേരുടെ നില അതീവ ഗുരുതരം. ഈസ്റ്റേൺ ജർമ്മനിയിലെ മെഗ്ഡബർഗിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് കാറ് ഇടിച്ചു കയറ്റിയത്. വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാത്രി 7ഓടെയാണ് സംഭവം. സംഭവത്തിൽ 50 വയസ്സുകാരനായ സൗദി പൌരനെ ജർമ്മൻ പോലീസ് അറസ്റ്റ് ചെയ്തു. കാനഡ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു. പ്രതിപക്ഷ പാർട്ടി പാർലമെന്റ് പുനരാരംഭിക്കുമ്പോൾ സർക്കാരിൽ അവിശ്വാസ വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് നീക്കം. ഇതോടെ അധികാരത്തിൽ തുടരാനുള്ള കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ സാധ്യത കൂടുതൽ ദുർബലമായി. ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബ് ആക്രമണങ്ങളിൽ 25 പേർ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിൽ ജബാലിയ, നുസുരത്ത് എന്നിവിടങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന 8 പേർ കൊല്ലപ്പെട്ടു. ജബാലിയയിൽ കൊല്ലപ്പെട്ടവരിൽ 10 കുട്ടികളും. സെൻട്രൽ ഗാസയിലെ വീടിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 4 കുട്ടികളടക്കം 7 പേർ കൊല്ലപ്പെട്ടു. പക്ഷിപ്പനിയെ തുടർന്ന് കാലിഫോർണിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. H5N1 പക്ഷിപ്പനി മനുഷ്യനിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ടൈപ്പ് എ H5N1 വൈറസ് മാർച്ചിൽ യുഎസിൽ കറവ പശുക്കളിലാണ് ആദ്യമായി കണ്ടെത്തിയത്. 16 സംസ്ഥാനങ്ങളിലായി കുറഞ്ഞത് 866 കന്നുകാലികളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. സുഡാന് $230 മില്യൺ സഹായം പ്രഖ്യാപിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. UNSC യോഗത്തിലാണ് തീരുമാനം. മാനുഷിക സഹായത്തിനായി $200 മില്യൺ ജനാധിപത്യ ഭരണത്തിലേക്ക് തിരിച്ചുവരാൻ സുഡാനെ സഹായിക്കുന്നതിന് $30 മില്യൺ പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനത്തോടെ യുഎസിന്റെ മൊത്തം പിന്തുണ $2.3 ബില്യൺ ഉയർന്നു. ആദ്യ ധ്യാന ദിനത്തിന് ഐക്യരാഷ്ട്രസഭ ഇന്ന് ആതിഥേയത്വം വഹിക്കും. ശ്രീ രവിശങ്കർ മുഖ്യപ്രഭാഷണം നടത്തും. ഇന്ത്യൻ സമയം രാത്രി 8-നാണ് ചടങ്ങ്. ഗൂഗിളിൽ ഉന്നത പദവികളിൽ പിരിച്ചുവിടൽ. കമ്പനിയുടെ ഉന്നത പദവികളിൽ ജോലി ചെയ്യുന്ന 10% ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനം. ഡയറക്ടർമാരും വൈസ് പ്രസിഡന്റുമാരും ഉൾപ്പെടെ മാനേജറിയൽ റോളുകളിൽ ജോലി ചെയ്യുന്ന 10% ജീവനക്കാരെ പിരിച്ചുവിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സിഇഒ സുന്ദർ പിച്ചെ ഇക്കാര്യം സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുകൾ. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ ജോ ബൈഡന്റെ അവസാന ഔദ്യോഗിക വിദേശ സന്ദർശനം പ്രഖ്യാപിച്ചു. പടിയിറങ്ങും മുന്നേ ജനുവരിയിൽ മാർപ്പാപ്പയുടെ അടുത്തേക്കാകും ബൈഡൻ എത്തുക. വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്താനാണ് ബൈഡന്റെ തീരുമാനമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. മെക്സിക്കൻ ഗുസ്തി താരം റേ മിസ്റ്റീരിയോസ് സീനിയർ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. കുടുംബമാണ് മരണവാർത്ത സ്ഥിരീകരിച്ചത്. വേൾഡ് വൈഡ് ചാമ്പ്യൻഷിപ്പുകൾ നേടിയിട്ടുണ്ട്. പ്രാദേശിക വാർത്തകൾ. പക്ഷിപ്പനിയെ തുടർന്ന് താറാവുകളുടെ ഇറച്ചി, മുട്ട എന്നിവയുടെ വിപണനം തടയപ്പെട്ടതോടെ ഹാച്ചറി ഉടമകൾ പ്രതിസന്ധിയിൽ. 7 മാസം നീണ്ട നിരോധനം ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉപകരണങ്ങളുടെ പ്രവർത്തനത്തെ വരെ ബാധിച്ചു. വിരിയാറായ ആയിരക്കണക്കിന് മുട്ടകൾ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് നശിപ്പിച്ചു കളഞ്ഞിരുന്നു. ₹1 പോലും കർഷകർക്ക് ഇതുവരെ നഷ്ടപരിഹാരം നൽകിയിട്ടുമില്ല. കളമശ്ശേരി നഗരസഭയിൽ മഞ്ഞപ്പിത്ത വ്യാപനം. നഗരസഭയിലെ 10, 12, 14 വാർഡുകളിലായി നിരവധി പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 30-ലധികം പേർക്കാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. രോഗം പടർന്ന മേഖലകളിൽ സൂപ്പർ ഡ്രൈവ് ആരംഭിച്ചതായി കളമശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ സീമ കണ്ണൻ. കളമശ്ശേരി നഗരസഭയിൽ മഞ്ഞപ്പിത്ത രോഗബാധ പടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. HMT കോളനി LPS സ്കൂളിൽ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് ആരംഭിച്ചു. രോഗം പടർന്ന മേഖലകളിലെ കുടിവെള്ളത്തിൽ ക്ലോറിനേഷനും നടത്തും. കളമശ്ശേരിയിൽ തെരുവുനായ ആക്രമണത്തിൽ 8 പേർക്ക് കടിയേറ്റ സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രദേശത്ത് തെരുവുനായയുടെ ശല്യം രൂക്ഷമാണ്. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കാസർഗോഡ് ബങ്കളം കക്കാട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗർഭിണിയായ ജീവനക്കാരിയുടെ വളകാപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചതിൽ വിവാദം.
അധ്യാപകരടക്കം ചേർന്നാണ് ചടങ്ങ് നടത്തിയത്. സംഭവത്തിനെതിരെ PTA രംഗത്തെത്തി. നവീകരിച്ച തൃശൂർ പുരാവസ്തു മ്യൂസിയം നാടിന് സമർപ്പിച്ചു. മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. നവീകരണത്തിന്റെ ഭാഗമായി തിമാറ്റിക് സങ്കല്പത്തിൽ 14 ഗ്യാലറികളാണ് മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അച്ചൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മണ്ഡലവിളക്ക് ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന അന്നക്കോടിക്ക് കോന്നിയിൽ ഭക്തി നിർഭരമായ വരവേൽപ്പ്. കോന്നി ഐരവൺ പുതിയകാവ് ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള അന്നക്കൊടിയാണ് കോന്നിയിലെ വിവിധ കരങ്ങളിൽ എഴുന്നള്ളിക്കുന്നത്. നാളെ രാവിലെ കോന്നിയിൽ നിന്നും പുറപ്പെടുന്ന അന്നക്കൊടി വൈകിട്ട് 5 മണിയോടെ അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. പെരുമ്പാവൂർ വാഴക്കുളം മാറമ്പിള്ളി MES കോളേജിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിലെ അഭ്യാസ പ്രകടനത്തിൽ നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. വാഹനം ഓടിച്ച വിദ്യാർത്ഥികളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തേക്കും. വാഹന ഉടമകൾക്ക് നോട്ടീസ് നൽകി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള ടൌൺഷിപ്പിലെ ഗുണഭോക്താക്കളുടെ ആദ്യ കരട് പട്ടികയിൽ 338 കുടുംബങ്ങൾ. ആദ്യഘട്ട കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. ആക്ഷേപങ്ങൾ ഉള്ളവർക്ക് 15 ദിവസത്തിനകം പരാതി നൽകാം. 30 ദിവസത്തിനകം അന്തിമ കരട് പട്ടിക പ്രസിദ്ധീകരിക്കും. സിനിമാ വാർത്തകൾ. മോഹൻലാൽ ചിത്രം ബറോസിന്റെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട ഹർജി എറണാകുളം ജില്ലാ കോടതി തള്ളി. 2008 പുറത്തിറങ്ങിയ മായ എന്ന നോവലിൽ നിന്നും കോപ്പിയടിച്ചാണ് ബറോസിന്റെ കഥയെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. ഈ വാദം നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി ഹർജി തള്ളിയത്. നാരായണീന്റെ 3 ആൺമക്കൾ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, എലൻസിയർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. സംവിധാനം ശരൺ വേണുഗോപാൽ. ദുൽഖർ സൽമാൻ നായകനായി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തെന്നിന്ത്യൻ താരം പ്രിയങ്ക മോഹൻ നായിക. ഇതാദ്യമായാണ് ദുൽഖർ സൽമാന്റെ നായികയായി പ്രിയങ്ക മോഹൻ എത്തുന്നത്. മലയാളത്തിലും തെലുങ്കിലുമായാണ് ചിത്രം ഒരുങ്ങുന്നത്. ഫ്ലെക്സി ഷോ സംവിധാനം അവതരിപ്പിച്ച് രാജ്യത്തെ പ്രമുഖ മൾട്ടിപ്ലക്സ് ശൃംഖലയായ PVR. ഒരാൾ സിനിമ നടക്കുന്നതിനിടെ ഇറങ്ങിപ്പോയാലും ആ സിനിമ കണ്ടിരുന്ന സമയത്തിന് മാത്രം പണം നൽകിയാൽ മതി. ആദ്യഘട്ടത്തിൽ ഡൽഹിയിലും ഗുരുഗ്രാമിലുമായാണ് ഫ്ലെക്സി ഷോകൾ അവതരിപ്പിച്ചത്. ദേശീയ പുരസ്കാരം നേടിയ ചിത്രം മുറ OTTയിൽ റിലീസ് ചെയ്തു. ആമസോൺ പ്രൈം വീഡിയോസിലാണ് റിലീസ് ചെയ്തത്. മുഹമ്മദ് മുസ്തഫയാണ് സംവിധാനം. സുരാജ് വെഞ്ഞാറമൂട്, യുവതാരം ഹിദു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. കായിക വാർത്തകൾ. അണ്ടർ 19 ഏഷ്യ കപ്പ് വനിതാ T20 പോരാട്ടത്തിൽ ഇന്ത്യ ഫൈനലിൽ. സൂപ്പർ 4 പോരാട്ടത്തിൽ ഇന്ത്യ ശ്രീലങ്കൻ കൌമാരക്കാരികളെ വീഴ്ത്തി. 4 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ അവസാന 2 മത്സരങ്ങൾക്കുള്ള ഓസ്ട്രേലിയ ടീമിനെ പ്രഖ്യാപിച്ചു. 15 സംഘത്തെയാണ് പ്രഖ്യാപിച്ചത്. 26 മുതലാണ് പരമ്പരയിലെ 4ാം ടെസ്റ്റ്. ബിസിനസ് വാർത്തകൾ. കൊപ്രയുടെ താങ്ങുവില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. കൊപ്ര കിലോയ്ക്ക് 10 മുതൽ 42 രൂപ വരെ വർദ്ധിക്കും. കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തികകാര്യ സമിതിയാണ് 2025 വർഷത്തേക്ക് കൊപ്രയ്ക്കുള്ള പുത്തൻ താങ്ങുവിലയ്ക്ക് അംഗീകാരം നൽകിയത്. ശരാശരി നിലവാരമുള്ള മിൽ കൊപ്ര ക്വിന്റലിന് 422 രൂപ വർദ്ധിപ്പിച്ച് 11,582 രൂപയാക്കി താങ്ങുവില ഉയർത്തി. ഉണ്ടക്കൊപ്രയ്ക്ക് 100 രൂപ വർദ്ധിപ്പിച്ച് 12,100 രൂപയുമായി. പുതുതലമുറ ചേതക് ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിലിറക്കി ബജാജ്. പുതിയ പ്ലാറ്റ്ഫോമും 4 പൗണ്ട്സ് ബാറ്ററിയും പ്രത്യേകത. പരമാവധി വേഗം മണിക്കൂറിൽ 73 കിലോമീറ്റർ. 3 വർഷമാണ് വാറന്റി. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. എൻ്റെ വൈഫാണെങ്കിൽ
ഇവിടെ പിന്നെ ഡൽഹി കൂട്ട് മറ്റേ ഒരു പിന്നെ എന്താ പറയുക ഈ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അഡ്മിറ്റ് ആയിട്ട് ഞാൻ അവിടെ പൈസ ചെയ്യുന്നുണ്ട്. ഇപ്പം 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ 2,20,000 രൂപ വേണം. ഞാൻ എനിക്ക് ആ പൈസ ഞാൻ ആ പൈസ എന്നെ അവിടുന്ന് ആ ബിനോയ്